നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. പകർച്ചവ്യാധികളുടെ ഒരു കാലമാണിത്. ധാരാളം ആളുകൾക്ക് പകർച്ചപ്പനി ബാധിച്ച്, പലതരത്തിലുള്ള പകർച്ചപ്പനികൾ ബാധിച്ച് ഗുരുതരമായ ഗൗരവമേറിയ അവസ്ഥയിലേക്ക് പോകുന്നുവെന്ന് നമ്മൾ വായിക്കാറുണ്ട്. ഇത് പലപ്പോഴും മുതിർന്നവരെ കുറിച്ചാണ്. ഇത് തന്നെയാണ് കുട്ടികളുടെ അവസ്ഥയും. ഇത്തരം അസുഖങ്ങളെല്ലാം തന്നെ കുട്ടികൾക്കും വളരെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മഴക്കാലത്ത് കുട്ടികളിൽ കാണുന്ന പകർച്ചവ്യാധികളെക്കുറിച്ചും അവയ്ക്കുള്ള പരിഹാരങ്ങളൊക്കെയാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത്. എറണാകുളം വെൽകെയർ ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധനും ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് നാഷണൽ പ്രസിഡന്റുമായ ഡോക്ടർ സച്ചിദാനന്ദ കമ്മത്ത്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ, ഇപ്പം നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്നത് മുതിർന്നവർക്ക് അസുഖം വന്നു, വളരെ ഗൗരവമേറിയ അവസ്ഥയിലേക്ക് പോയി എന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ ഇത്തരം പ്രശ്നങ്ങളെല്ലാം തന്നെ കുട്ടികൾക്കും ആപ്ലിക്കബിൾ ആണല്ലോ. എന്തെല്ലാം അസുഖങ്ങൾ? എല്ലാം തന്നെ കുട്ടികളിലും വരാം. എന്താന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ തവണയും മഴക്കാലം വരുമ്പോഴേക്കും നമ്മുടെ പകർച്ചവ്യാധികൾ മറ്റുള്ള അസുഖങ്ങളൊക്കെ കൂടെ വരുന്ന ഒരു സീസണായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ഈ മഴക്കാലത്ത് വരുന്ന അസുഖങ്ങൾ അത് നമുക്ക് മുതിർന്നവർക്ക് എന്തൊക്കെ വരുന്നുണ്ടോ അതെല്ലാം തന്നെ കുട്ടികൾക്കും വരാം. അവർക്ക് വരുന്ന വ്യത്യാസമായിട്ടോ അങ്ങനെ ഒന്നും തന്നെ കാണുന്നില്ല. ബേസിക്കലി പറയണ്ടെങ്കിൽ നമുക്ക് 2-3 കാര്യമായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. ഒന്ന്, നമ്മുടെ ശുചിത്വം, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണമോ വെള്ളത്തിൽ കൂടെയോ അങ്ങനെ അതിൻ്റെ അകത്തൂടെ വരുന്നത്, അതാണ് നമുക്ക് സംഭവിക്കാവുന്നത്. നമ്മുടെ വയറിളക്കമായിട്ടോ ഹെപ്പറ്റൈറ്റിസ് ആയിട്ടോ അല്ലെങ്കിൽ ടൈഫോയിഡായിട്ടോ ഇങ്ങനെയൊക്കെ വരുന്ന അസുഖങ്ങളൊക്കെ നമ്മുടെ വെള്ളത്തിൽ കൂടെയോ അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥത്തിൽ കൂടെയോ. രണ്ടാമത് വരുന്നത് നമ്മുടെ ഈ കൊതുക് വളർത്തുന്നതിൻ്റെ പർട്ടിക്കുലർ കൊതുക് കടിച്ചിട്ട് വരുന്ന അസുഖം. അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ കാണുന്നതും കൂടുതലായിട്ട് വരുന്നതും അതാണ് ഡെങ്കിപ്പനി എന്നുള്ളത്. ഡെങ്കിപ്പനി. മൂന്നാമത് വരുന്നത് നമ്മുടെ ഈ ക്ലൈമറ്റിൻ്റെ തന്നെ ചേഞ്ചസ് വരുമ്പോൾ വൈറൽ ഫീവേഴ്സ്. അപ്പോൾ വൈറസ് നമ്മുടെ ഇങ്ങനെ ഈ പ്രദേശങ്ങളിലെല്ലാം കണ്ടമാനം വന്നു കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് പെരുമാറുമ്പോൾ ചുമയായിട്ടോ ജലദോഷമായിട്ടോ എന്തെങ്കിലും ആയിട്ട് വരുമ്പോൾ മൂന്നാമതായിട്ട് വരും. നാലാമത് പറയണത് ഈ ക്ലൈമറ്റിക് ചേഞ്ച് വരുമ്പോൾ ഈ പ്രീഡിസ്പോസിങ് ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ആസ്മ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരുന്നവർക്കൊക്കെ ഈ ഒരു സീസണിലാവുമ്പോഴേക്കും അവർക്ക് ഇതിൻ്റെ ഒരു കോൾഡായിട്ടുള്ള സീസണായിട്ടോ മഴക്കാലത്തോ അങ്ങനെ വരാൻ പറ്റാവുന്നതാണ്. മഴക്കാലത്ത് വരുന്ന ആസ്മയുടെ എക്സാസർബേഷൻ അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഒരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ, നമസ്കാരം. ചോദിച്ചോളൂ ഡോക്ടറോട്. ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ. എന്താണ് സംശയം? ചോദിച്ചോളൂ. ശ്രദ്ധിക്കണ്ട, ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, നമസ്കാരം. ചോദിച്ചോളൂ. കുട്ടികളിലെ ഡെങ്കിപ്പനി വരുന്നുണ്ട്. അത് കൊതുകിൽ കൂടി മാത്രമാണോ പകരുന്നത്? കൊതുകിൽ കൂടെ മാത്രമേ കുട്ടികൾക്കും വരത്തുള്ളൂ. ആർക്കാണെങ്കിലും ഡെങ്കിപ്പനി പകർച്ചവ്യാധിയിലേക്ക് വരുമ്പോഴേക്കും കൊതുക് കടിച്ചിട്ടാണ് സാധാരണഗതിയിൽ വരുന്നത്. അത് എങ്ങനെ വേണമെങ്കിലും ആവാം. വീടിൻ്റെ അകത്തുനിന്നോ വീടിൻ്റെ പുറത്ത് പോകുമ്പോഴോ എവിടെയാണെന്നാണെങ്കിലും കൊതുകടി കിട്ടിയിട്ടേ അത് സാധാരണഗതിയിൽ വരത്തുള്ളൂ. ചോദ്യം പൂർത്തിയായെന്ന് തോന്നുന്നു അല്ലേ ഡോക്ടർ? ഇപ്പം ഡെങ്കിപ്പനി കൊതുക് ജന്യ രോഗമാണെന്ന് പറഞ്ഞു. അതിന് മുൻപ് ഡോക്ടർ ആദ്യം പറഞ്ഞ ശുചിത്വം ഒരു പ്രധാന ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൽ കൂടെ വരുന്ന അസുഖങ്ങൾ ഇപ്പം നമ്മൾ മുതിർന്നവരിൽ നോക്കിയാൽ തന്നെ കാണാം. ഈയിടെയായിട്ട് സ്ഥിരം ഇങ്ങനെ വയറിന് പ്രശ്നങ്ങൾ, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവർ, വെള്ളം കുടിക്കുന്നവർ, ഒരുപാട് 2-3 ദിവസം എത്തിയാലും ഇത് മാറുന്നില്ല, ക്ഷീണം മാറുന്നില്ല എന്ന് പറയുന്നേക്കാം. അപ്പോൾ കുട്ടികൾക്കും ഈ അസുഖം ഇപ്പോൾ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് ഇത് സാധാരണ വരുന്ന ശുചിത്വത്തിൻ്റെ പേരിലാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന പല രോഗാണുക്കളും ഇതിൻ്റെ അകത്തൂടെ എന്തിനു പറയുന്നു, പല ഐസ്ക്രീമിൻ്റെ അകത്തുള്ള ആ രോഗാണുക്കൾ ഈ ഐസ്ക്രീമിൻ്റെ അകത്ത് നിന്നിട്ട് അസുഖങ്ങൾ ടൈഫോയിഡോ ഹെപ്പറ്റൈറ്റിസ് എ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇതാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, കുടിക്കുന്ന വെള്ളം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ടാണോ പാചകം ചെയ്തിരിക്കുന്നതും പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ വന്നിരിക്കുന്നത് ഇതൊക്കെ നോക്കിയിട്ടാണോ വരണേ. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുമാതിരി നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റണം ഈ വക അസുഖങ്ങളൊക്കെ. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ചോദിച്ചോളൂ. കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ. കുട്ടികളാണ് രക്തക്കുറവിന് വ്യക്തമായിട്ട് ചോദിക്കൂ. കുട്ടികളിൽ രക്തക്കുറവുണ്ടാവില്ലേ? കുട്ടികളിലെ രക്തക്കുറവിന് എന്ത് ചെയ്യണമെന്നല്ലേ? രക്തക്കുറവ് ഇന്നത്തെ ഡിസ്കഷനായിട്ട് വേറെയാണ്. എന്നാൽ പോലും ഞാൻ പറയാം, രക്തക്കുറവ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ആദ്യം തന്നെ ഡോക്ടറെ സമീപിച്ചിട്ട് ആദ്യം തന്നെ രക്തക്കുറവുണ്ടോ ഇല്ലേ എന്നുള്ളത്. നമ്മളിപ്പോൾ കാണുമ്പോൾ ഒരു വിളർച്ചയുണ്ട് അങ്ങനത്തെ ഇതൊക്കെ നോക്കണേലും ഭേദം നമുക്കിപ്പോൾ ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഡോക്ടറെ സമീപിച്ചിട്ട് ടെസ്റ്റ് ചെയ്തിട്ട്
രക്തക്കുറവുണ്ടെങ്കിൽ സാധാരണഗതിയിൽ നമുക്ക് കുറച്ചേ കുറവുള്ളൂ. എത്രയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അകത്ത് എന്താണ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് എടുക്കുന്നത് സാധാരണഗതിയിൽ ഒരു വിദഗ്ധ ചികിത്സയിൽ പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഡോക്ടർ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ വയറിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ കുട്ടികളിൽ പല വയസ്സുള്ളവർക്ക് പല രീതിയിലായിരിക്കുമല്ലോ ഇത് ബാധിക്കുക. ഇപ്പോൾ ചെറിയൊരു കുഞ്ഞിനാണെങ്കിൽ ഇപ്പോൾ വയറിളക്കം ഉണ്ടെന്ന് നമുക്ക് തോന്നിയ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്തെല്ലാം തരത്തിലുള്ള ചികിത്സകളാണ് വേണ്ടത്? ആദ്യം തന്നെ നമുക്ക് ആ സിംറ്റംസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ സാധാരണ വരുന്നത് എന്താണ്, എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാലാണ് ഇത് വരുന്നത്. യാതൊരു കാരണവശാലും അടുത്തുള്ള ഒരാളുടെ അടുത്ത് പോയി ഇരുന്നെന്നോ അല്ലെങ്കിൽ അടുത്തുള്ള വീട്ടിൽ ഒരാൾക്ക് വയറിളക്കം ഉണ്ടെങ്കിൽ വേറൊരാൾക്ക് പെട്ടെന്ന് വരുമെന്നോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ നന്നായിട്ട് കൈ കഴുകണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അടുത്തുള്ള ഒരാൾക്ക് വരത്തില്ല. അതേസമയം അതോടൊപ്പം തന്നെ തുടക്കം എന്തെങ്കിലും കഴിച്ചിട്ട് വരുന്നതിന് തുടക്കം എപ്പോഴും ആദ്യം തന്നെ ചെറിയൊരു വയറുവേദനയോ അല്ലെങ്കിൽ ഛർദിയായിട്ടായിരിക്കും തുടക്കണേ. അത് ആ ഛർദി 2 ദിവസമോ അല്ലെങ്കിൽ 1 ദിവസം കഴിയുമ്പോൾ തന്നെ അത് വയറിളക്കമായിട്ട് മാറും. അതാണ് സാധാരണ ഇതിൻ്റെ സിംറ്റമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് വയറിളക്കം വരുമ്പോൾ നമുക്ക് ചികിത്സിക്കാം, ഛർദി ഉള്ളപ്പോഴും നമുക്ക് ചികിത്സിക്കാൻ പറ്റും. പനി ആയിട്ട് തുടക്കം വരുമ്പോൾ തന്നെ പനിയുടെ മരുന്ന് കൊടുത്തേക്കാം. വയറിളക്കത്തിന് നമ്മൾ ഡോക്ടറെ സമീപിക്കണം. പിന്നെ രണ്ടാമത്തെ നമുക്ക് ഛർദി വരുമ്പോഴാണ് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങണേ. എന്താണെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും കൊടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരിക. ഛർദിയുടെ മരുന്ന് ഡോക്ടറെ സമീപിച്ചിട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ അഡ്വൈസ് പ്രകാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഛർദിയുടെ മരുന്ന് അത് അപ്രോപ്രിയേറ്റ് ഡോസേജ് ഡോക്ടർ നിങ്ങളെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തതിന് ശേഷം 1-2 പ്രാവശ്യം കൊടുത്തിട്ട് കുറവില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളൊരു ആശുപത്രിയിൽ തന്നെ പോകണം. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വരുന്ന ബേസിക് ഇഷ്യൂ ഡീഹൈഡ്രേഷനാണ്. ആ ഡീഹൈഡ്രേഷൻ നമ്മൾ ഒഴിവാക്കാനായിട്ട് നോക്കണം. അപ്പോൾ ഛർദി കുറയ്ക്കാൻ നോക്കുക. എന്നിട്ട് പറ്റാവുന്ന നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാധനമോ അല്ലെങ്കിൽ ORS മാതിരിയുള്ള കിട്ടാവുന്ന മാർക്കറ്റിൽ കിട്ടുന്ന ORS ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് കിട്ടും. അത് കൊടുക്കുകയോ അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന കഞ്ഞിവെള്ളം, കരിക്ക്, നാരങ്ങ വെള്ളം ഇങ്ങനത്തെ ഐറ്റമൊക്കെ വീട്ടിലുണ്ടാക്കുന്ന സാധനം കുറച്ച് സിപ്സ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. ഒന്നിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ ഛർദ്ദിക്കും. അതുകൊണ്ട് സിപ്പായിട്ട് കുറച്ചായിട്ട് കൊടുത്തിട്ട് അത് കൂട്ടി കൊണ്ടുവരിക. ആ സമയം കൊണ്ടൊന്ന് റീഹൈഡ്രേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പകുതി ആശ്വാസം നമുക്ക് കിട്ടും. ഇപ്പോൾ അതുപോലെ തന്നെയാണ് സ്കൂൾ കുട്ടികൾക്ക്. ഇപ്പോൾ പലപ്പോഴും ഒരു കുട്ടിക്കുണ്ടെങ്കിൽ അടുത്ത കുട്ടിക്ക് മുഴുവനും മാറാതെയൊക്കെ കുട്ടികൾ സ്കൂളിൽ വരുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് വേഗം മറ്റുള്ള കുട്ടികൾക്കും വരുന്ന ഒരവസ്ഥ. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഇവർ ഉപയോഗിക്കുന്ന ഒരു വെള്ളത്തിൻ്റെ ആവാം. അപ്പോൾ ഇങ്ങനെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾ യഥാർത്ഥത്തിൽ സ്കൂളിൽ വിടാതിരിക്കുന്നത് തന്നെയാണോ നല്ലത്? ഓഫ് കോഴ്സ് നമ്മൾ 2 കാര്യമുണ്ട് അതിൻ്റെ അകത്ത്. ഒന്ന്, നമ്മുടെ കുഞ്ഞിന് റെസ്റ്റ് കൊടുക്കണം. നമ്മുടെ കുഞ്ഞിന് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതൊരു ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ റെസ്റ്റ് കൊടുക്കണം. അത് ആ കുഞ്ഞിന് തന്നെ നല്ല ഒരു കാര്യം തന്നെയാണ്. രണ്ടാമത്തെ, നമ്മൾ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികൾക്കും കൂടെ നമ്മുടെ എന്ത് അസുഖം ഉണ്ടെങ്കിൽ ഒരു പനി ഉണ്ടെങ്കിൽ പോലും ഈ 2 കാരണത്താൽ നമ്മൾ പറഞ്ഞു വിടാണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചികിത്സിച്ചിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നോക്കിയതിന് ശേഷമേ വിടാൻ പാടുള്ളൂ. അതിൽ യാതൊരു സംശയമില്ല. നമ്മുടെ കുഞ്ഞിനെ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ വേറൊരാൾക്ക് കിട്ടുന്ന മാതിരി തന്നെയാണ് വേറൊരു കുഞ്ഞിനെ വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിനെ കിട്ടുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മളാൽ അത് സ്റ്റാർട്ട് ചെയ്യുക. ഒരിക്കലും നമ്മൾ വേറൊരു കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് കിട്ടാത്ത രീതിയിൽ നോക്കണമാതിരി ചെയ്യേണ്ടി വരും. പലപ്പോഴും ഇപ്പോഴത്തെ ഒരു പാരൻസ് എന്ന് പറഞ്ഞാൽ 2 കാരണങ്ങളാണ്. ഇപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു വേൾഡ്. അപ്പോൾ ഒരു ദിവസം 2 ദിവസം പോകാതിരുന്ന കുറേ പഠിക്കാനുണ്ടാവുന്നു. പാരൻസിനാണ് ആശങ്ക. മറ്റേ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയൊക്കെ കുട്ടികൾ സ്കൂളിൽ പോകാതിരിക്കുക എന്ന് വളരെ സ്വാഭാവികമായിരുന്നു. 2 വീട്ടിലെ ആളുകളുണ്ടാവില്ലേ, അച്ഛനും അമ്മയ്ക്കൊക്കെ ജോലിക്ക് പോകേണ്ടവരാണ്. അപ്പോൾ കുട്ടി വീട്ടിലിരുന്നാൽ ആരും നോക്കും എന്നുള്ളൊരു ടെൻഷൻ കൊണ്ട് അങ്ങനെ വിടുന്നവരുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് ഇങ്ങനെ വയ്യാതെ ആയാൽ അച്ഛനും അമ്മയും ശരിക്കും പറഞ്ഞാൽ ഒരാൾ മാറി വീട്ടിലിരുന്നവരെ നോക്കുന്നത് തന്നെയാണ് നോക്കുന്നതാണ് നല്ലത്. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യത്തിലും നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും രണ്ടും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നതാണെങ്കിൽ നമ്മളത് ലീവ് എടുത്തിട്ടോ ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണേ, നമ്മുടെ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണേ. ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ ഒരു കാര്യം കുഞ്ഞിന് റെസ്റ്റ് എടുക്കുമ്പോൾ ഒരു കുഞ്ഞ് കാലത്തെ മുതൽ ഉച്ചവരെയൊക്കെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ കാലത്ത് ഓഫീസിൽ പോണതിന് മുമ്പ് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഛർദ്ദി ഒന്നുമല്ല എന്ന് പറഞ്ഞിട്ട് മരുന്ന് മാത്രം കൊടുത്തിട്ട് വീട്ടിലിരിക്കണേലും നല്ലത് എപ്പോഴും ഏതെങ്കിലും ഒരു പാരൻ്റെങ്കിലും അതിനൊരു സപ്പോർട്ടീവായിട്ടിരിക്കണം. പിന്നെ രണ്ടാമത്തെ, ഒരു കുഞ്ഞിന് അസുഖം വരുമ്പോൾ ആരാണ് ഈ ന്യൂക്ലിയർ ഫാമിലിയിൽ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടത്? ഏതെങ്കിലും ഒരു പാരൻ്റെങ്കിലും അതിൻ്റെ കൂടെ നിൽക്കണം. അതിനൊരു പ്രൊട്ടക്ഷനായിട്ടുള്ള ഒരു ഫീലിംഗ് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം സൈക്കോളജിക്കലിയും കൂടെ ബെറ്ററാണ്. പിന്നെ പ്ലസ് ഓഫ് കോഴ്സ് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ നോക്കിയിട്ട് കൊടുക്കും, നമ്മൾ എന്തൊക്കെ കൊടുക്കണം എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കും. അതുകൊണ്ട് നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ ആ കുഞ്ഞിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് എത്രത്തോളം നമുക്ക് ജോലി പ്രാധാന്യമുണ്ടെങ്കിൽ പോലും സമയം കണ്ടെത്തണം എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. അടുത്തൊരു കോളിലേക്ക് പോകണം ഡോക്ടർ. ഹലോ,
നമസ്കാരം, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ. ഹലോ, ചോദിച്ചോളൂ. എന്താണ് സംശയം? ഹലോ. കേൾക്കുന്നുണ്ട്. സംശയം എന്താണെന്ന് ചോദിച്ചോളൂ. എനിക്ക് വേറെ സംശയം എന്ന് വെച്ചാല് ഈ ഈഡിസ് കൊതുകുകൾ കടിച്ചാൽ മാത്രമേ ഈ ഡെങ്കി വരൂ എന്ന് പറയുന്നതിനകത്ത് എത്രമാത്രം ശരിയുണ്ട്? ഏത് കൊതുകാണെങ്കിലും ഈ ഡെങ്കിയുള്ള ആളിനെ കടിച്ചിട്ട് സാധാരണ ഒരാളിനെ വന്ന് കുത്തിക്കഴിഞ്ഞാൽ ഈ അസുഖം വരില്ലേ? ഈഡിസിന് സ്പെസിഫിസിറ്റി ഉണ്ടോ? അതെ. അതാണ് നമ്മുടെ കാര്യമായിട്ടുള്ള അതിൻ്റെ കണ്ടുപിടുത്തവും അതിൻ്റെ ആ പ്രിവെൻഷനും ഒക്കെ നമ്മൾ അതുകൊണ്ടാണ് അങ്ങനത്തെ ലെവലിലേക്ക് പോകുന്നത്. എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ അസുഖം വരണമെന്നുണ്ടെങ്കിൽ പർട്ടിക്കുലർ കൊതുകാണ് അതിൻ്റെ വെക്റ്റർ, ആ ഒരു കൊതുകാണ് അതിൻ്റെ ആ വെക്റ്റർ, അത് ട്രാൻസ്മിഷന് വേണ്ടി ഉപയോഗിക്കുന്ന ആ വെക്റ്റർ. അതേമാതിരി തന്നെ മലേറിയയ്ക്കും എല്ലാത്തിനും പർട്ടിക്കുലർ കൊതുക് അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആണ്. അതുകൊണ്ടാണ് മലേറിയ ഇവിടെ ഈ കൊതുക് പർട്ടിക്കുലർ കൊതുക് ഇവിടെ ഇല്ല. അങ്ങനത്തെ കൊതുകുകൾ ഇവിടെ ഈ നാട്ടിലൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും മലേറിയ അധികം കാണാത്തത് ഈ ഭാഗത്തെല്ലാം. നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ എന്താ പറയുക, വെള്ളം കുടിക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് വയറിന് അസുഖങ്ങളുണ്ടാകുന്നു. അതുപോലെ ഇപ്പോൾ നേരത്തെ ചോദ്യം വന്ന പോലെ ഈഡിസ് കൊതുക് മാത്രമാണോ ഡെങ്കിപ്പനി പകർത്തുന്നത്? പലരും ചോദിക്കാറുള്ളൊരു കാര്യം. കാരണം കൊതുകുകൾ ചെയ്യുന്നത് ഒരേപോലെയുള്ള പ്രവൃത്തികളാണ്. എന്തുകൊണ്ട് ഈഡിസ് കൊതുക് എന്നുള്ളൊരു സംശയം. യഥാർത്ഥത്തിൽ ഈഡിസ് കൊതുക് മാത്രമാണ് ഇത് പകർത്തുന്നത് അല്ലേ? അതെ, ഈഡിസ് കൊതുകിൻ്റെ അതിൻ്റേതായിട്ടുള്ള, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വെക്ടർ ബോൺ ഡിസീസസ് ആണിത്. വെക്ടർ ബോൺ എന്ന് പറയുമ്പോൾ കൊതുക് സംബന്ധിച്ച് വരുന്നതാണ്. അതിന് ആ ഒരു പർട്ടിക്കുലർ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ ഓർഗാനിസം ആ ഈഡിസ് മൊസ്കിറ്റോയിൽ മാത്രമേ അതിന് പെരുകാൻ പറ്റത്തുള്ളൂ. അതേമാതിരി തന്നെയാണ് മലേറിയയുടെ കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് അത് സ്പെസിഫൈ ചെയ്തിട്ട് പറയുന്നത് ഇതാണ് നമ്മുടെ പ്രശ്നക്കാരൻ എന്നുള്ളത്. ഇപ്പോൾ ഈ ഡെങ്കിപ്പനി കൂടുതലായിട്ട് നമുക്ക് കാണുന്നുണ്ടല്ലോ. അപ്പോൾ കുട്ടികൾക്ക് ഇത് വന്നു കഴിഞ്ഞാൽ ഇത് ഡെങ്കിപ്പനിയാണോ, ഗൗരവത്തോടു കൂടി എടുക്കേണ്ട ഒരു പനിയാണെന്ന് നമ്മൾ എപ്പോഴാണ് ലക്ഷണം കൊണ്ട് മനസ്സിലാക്കേണ്ടത്? ഇതൊരു കറക്റ്റ് ക്വസ്റ്റ്യനാണ്. എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എല്ലാവർക്കും ഒരു ഭീതി വന്നിരിക്കുകയാണ്. ഇപ്പോൾ പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പേപ്പറിൽ വായിക്കുന്നതും മറ്റുള്ള മീഡിയയിൽ കൂടെയൊക്കെ കാണുന്നത്. ശരിയാണ്, നമുക്കെല്ലാവർക്കും പേടിയാണ്. എല്ലാ കുട്ടികളും എല്ലാ മാതാപിതാക്കളും എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പനി വന്നു കഴിഞ്ഞാൽ ഏതിലേക്ക് പോകും, ഏത് പനിയാണെന്നുള്ളത് അറിയേണ്ടത്. അതിൻ്റെ അകത്ത് വരുമ്പോൾ നമുക്ക് സൂക്ഷിക്കേണ്ട ഇതാണ്, നമ്മുടെ ഏതൊരു പനിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞിരിക്കുന്ന 4 അസുഖങ്ങളാണ് നമുക്ക് മേജറായിട്ടുള്ളത്. ഒന്ന് ഡെങ്കിപ്പനി, പിന്നെ വയറിളക്കത്തിൻ്റെയോ മറ്റുള്ള വൈറൽ ഫീവറോ ഇല്ലെങ്കിൽ ബാക്കിയുള്ള പനി വൈറൽ ഫീവറും മറ്റുള്ള പനി, പിന്നെ ടൈഫോയിഡ് അങ്ങനത്തെ പനികളാണോ ഇല്ലേ എന്നുള്ളതൊക്കെ അറിയാനാണ്. അപ്പോൾ ഏതൊരു പനിയും നമുക്ക് ഒരു പനി മാത്രമായിട്ട് ഒരു ദിവസമൊക്കെ നമുക്ക് വേറെ ഒരു സിംറ്റവും ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് ഡോക്ടറെ കാണിക്കേണ്ട എമർജൻസി ആയിട്ടെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തിരിച്ച് പറയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഏതൊരു പനിയും അസോസിയേറ്റ് ചെയ്തിട്ട് വരിക. പനിയുടെ കൂട്ടത്തിൽ പനി ഒരു അസുഖമല്ല, പനി ഒരു സിംറ്റമാണ്. അപ്പോൾ പനി വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോ ഉള്ളിലുണ്ട്, ഏതോ ഒരു ഓർഗാനിസം എന്തെങ്കിലും കാരണത്താലാണ് പനി വരുന്നത്. അതിൽ നമുക്ക് എമർജൻസി എന്ന് പറയാനായിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് വരാം. ഒന്നിൽ പനി വന്നിട്ട് 2 ദിവസം 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം ഒന്നുമില്ല, പനി മാത്രമായിട്ട് 3 ദിവസം 4 ദിവസം കൂടുതലായിട്ട് നിൽക്കുക. 2 പനിയുടെ കൂട്ടത്തിൽ ക്ഷീണം, തളർച്ച. 3 പനിയുടെ കൂട്ടത്തിൽ മേലുവേദന, കണ്ണുവേദന, തലവേദന. ഇതൊക്കെ സിവിയറായിട്ട് പറയാൻ പറ്റാവുന്ന കുട്ടികളാണെങ്കിൽ അത് പറയും. സിവിയറായിട്ട് തലവേദനയോ അല്ലെങ്കിൽ കാലിനുള്ള വേദനയോ അല്ലെങ്കിൽ കണ്ണിലുള്ള വേദനയോ ഇതൊക്കെ കാണിക്കും. 4ാമത് റാഷസ് ആയിട്ട് വരിക, ദേഹത്തൊക്കെ തടിച്ചു പൊങ്ങുന്ന മാതിരി വരിക. ഇങ്ങനത്തെ ഒരു 4-5 ഐറ്റമോ ഇല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ അസോസിയേറ്റ് ചെയ്തിട്ട് തളർച്ചയായിട്ടോ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ 4 ദിവസം എന്നുള്ളതല്ല, 2ാം ദിവസമോ 1ാം ദിവസമോ ആണെങ്കിലും കാണിച്ചിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ 2ാമത്തെ ഡെങ്കിപ്പനിക്ക് വരാൻ പറ്റും. നമുക്കൊരു കോളിന് ശേഷം അത് തുടരാം. ഹലോ, നമസ്കാരം, ഡോക്ടർ ലൈവ് ആണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. എന്താ വെച്ചാൽ എന്റെ മോടെ കുട്ടിക്ക് 6 മാസം പ്രായമുണ്ട്. ആ കുട്ടിയുടെ വായില് ഈ മുലപ്പാൽ കൊടുക്കുമ്പോൾ നാക്കിലെ തൊലിയൊക്കെ പോക്കാണ്. അങ്ങനെ ഞങ്ങള് കാഞ്ഞിരപ്പള്ളിയിൽ ഒരു ആശുപത്രി കൊണ്ടേ കാണിച്ചു കുട്ടീനെ. അതിന് സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു ഈ അക്രം എന്ന് പറയുന്ന ഒരു അസുഖാന്ന് പറഞ്ഞു, വായിലെ തൊലിപോക്കെ പൂപ്പലാന്ന് പറഞ്ഞു. പൂപ്പലാന്ന് പറഞ്ഞു.
അപ്പോൾ കട്ടായി ആ തോന്നുന്നു. കട്ടായി. അതിൻ്റെ അകത്ത് വേറെ ഒന്നും പറയാനില്ല. അത് കാണിച്ചിട്ടുണ്ടെങ്കിൽ വെള്ള കളറായിട്ടുള്ള പാടോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് പൂപ്പലായിരിക്കും. പൂപ്പലിനുള്ള ഓയിൽ മറ്റേ ലോഷൻ ഉണ്ട്. അത് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു തരും. ആ ലോഷൻ പറ്റിയാൽ സാധാരണഗതിയിൽ ബ്രസ്റ്റ് ഫീഡിങ് ആൾക്കാർക്ക് വരുന്നത് കുറവാണ്. ബോട്ടിൽ ഫീഡിങ്ങോടുകൂടെ തുടങ്ങിയാൽ മാത്രമേ ഇത് സാധാരണ വരാറുള്ളൂ. എന്നിരുന്നാലും നമ്മളത് കാണിക്കേണ്ടത് നിർബന്ധമാണ്. അതിൽ ഓയിൽമെൻറ്റ് ഒരു ലോഷൻ പറ്റിക്കഴിഞ്ഞാൽ അത് മാറുന്നതാണ്. ഓക്കെ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു നേരത്തെ പനി എന്ന് പറയുന്നത് ലക്ഷണമാണ്, സിംറ്റം മാത്രമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഡെങ്കിപ്പനി എന്ന് പറയുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളുടെ ഒരു സിംറ്റമാണ് ഡെങ്കി? ഡെങ്കിപ്പനിക്കകത്ത് തുടക്കം എപ്പോഴും ഇതിൻ്റെയൊക്കെ ബേസിസ് പനിയാണ്. ബേസിസ് അല്ല, അവരുടെ സിംറ്റമായിട്ട് കാണിക്കുന്ന പനിയാണ്. ഈ ഡെങ്കിപ്പനി നോക്കിയാലും അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന അതർ സിംറ്റംസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ബോഡി പെയിന് മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും തന്നെ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് നോർമലാണെന്ന് പറഞ്ഞതിന് ശേഷമോ 3 ദിവസം കഴിഞ്ഞിട്ട് രണ്ടാമത് ടെസ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ചിലപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ് 2 പ്രാവശ്യം ടെസ്റ്റ് ചെയ്യാം, പിറ്റേ ദിവസം ടെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ 3 ദിവസം, അതിൽ നമുക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഇല്ലെന്നുള്ളത് കാണാം. ഇതിൻ്റെ അകത്ത് വരുന്നത് സീരിയസ്നെസ് വരുന്നത് ഡെങ്കിപ്പനിയുടെ അകത്ത് വരുന്നത് നമ്മുടെ ബ്ലഡിലെ കൗണ്ട് കുറയാന്നുള്ള പറയും. അതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്ന കൗണ്ട് പ്ലേറ്റ്ലെറ്റ്സ് ആണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ നിർത്തുന്ന ഒരു സാധനമാണ് പ്ലേറ്റ്ലെറ്റ്. നിർത്താൻ ഉപയോഗിക്കുന്ന ഒരു നമ്മുടെ ബോഡിക്കകത്ത് തന്നെ ഉണ്ടാകുന്ന സാധനമാണ്. അതിനെ എഫക്റ്റ് ചെയ്തിട്ട് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുക എന്നുള്ളത് പറയും. ആ കൗണ്ട് കുറയുമ്പോൾ വരുന്ന ബ്ലീഡിങ് ആയിട്ട് വരും. അല്ലെങ്കിൽ അതിൻ്റെ മാതിരി തന്നെ ഈ ഫ്ലൂയിഡ്സ് ലൂസ് ചെയ്യുക. നമ്മുടെ ബ്ലഡിൻ്റെ ആർട്ടറീസിൻ്റെ അകത്തുനിന്നും വെയിനിൻ്റെ അകത്തുനിന്നും പോകുന്ന ബ്ലഡ് വെസൽസിൻ്റെ അകത്തുനിന്ന് ബ്ലഡ് യൂസ് ചെയ്തിട്ടോ ബ്ലഡിൻ്റെ അകത്തുനിന്ന് ആ ഒരു വാട്ടർ കണ്ടൻറ്റ് കുറഞ്ഞിട്ട് വരുമ്പോൾ ഷോക്കിലേക്ക് പോവുക. ഇങ്ങനെ വരുമ്പോഴൊക്കെയാണ് നമ്മുടെ സീരിയസ്നെസ് എന്ന് പറയുന്നത് കോംപ്ലിക്കേഷനിലേക്ക്. അത് പക്ഷേ 1% മാത്രമേ ഈ കോംപ്ലിക്കേഷനിലുള്ളൂ. ബാക്കിയുള്ള 99 പേർക്കും ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബ്ലഡിൽ ഡെങ്കിപ്പനി പോസിറ്റീവാണെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് മാത്രം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതിനുള്ള സിംറ്റം എല്ലാ പനികളോ എല്ലാ ഡെങ്കി പോസിറ്റീവ് ഉള്ളതോ അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. നമ്മൾ റിപ്പീറ്റഡായിട്ട് റെഗുലറായിട്ട് കാണിക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ സിംറ്റമായിട്ട് വരികയോ അങ്ങനെ എന്തെങ്കിലും വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൗണ്ടിൽ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അഡ്മിഷനോ അല്ലെങ്കിൽ അത് വാച്ച് ചെയ്യേണ്ട ആവശ്യം കാണുന്നുള്ളൂ. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ, നമസ്കാരം. മാഡം ഇത് പാലക്കാട് നിന്ന് വിളിക്കുന്നേ. ചോദിച്ചോളൂ. ഡോക്ടറുണ്ട്, ചോദിച്ചോളൂ. ഓക്കെ സാർ, ഇത് പാലക്കാട് നിന്ന് വിളിക്കണം സാർ. ഇപ്പൊ 2-3 ദിവസമായിട്ട് തൊണ്ടയ്ക്ക് ചെറിയ ഇൻഫെക്ഷൻ പോലെ സാർ. ഡോക്ടറെ കാണിച്ചിട്ടില്ല. അപ്പൊ നമ്മള് ഉപ്പിട്ട കോപ്പയ്ക്കുണ്ട്, ഒരു ടേസ്റ്റ് വ്യത്യാസം വരിക. കുട്ടിക്കാണോ വലിയ ആൾക്കാണോ? ഹലോ, കുട്ടിക്കാണോ മുതിർന്ന ആൾക്കാണോ? മുതിർന്ന എനിക്ക് 30 വയസ്സുണ്ട്. നമ്മുടെ ഇന്നത്തെ വിഷയം കുട്ടികളിലെ അസുഖങ്ങളെ കുറിച്ചിട്ടാണ്. എന്താ മാഡം? നമ്മുടെ ഇന്നത്തെ വിഷയം കുട്ടികൾക്കുണ്ടാകുന്ന അസുഖങ്ങളെ കുറിച്ചിട്ടാണ്. എന്ത് തന്നെയാണെങ്കിലും സ്വയം ചികിത്സയിലും നല്ലത് ഡോക്ടറെ സമീപിച്ചിട്ട് ഡോക്ടറെ കാണുന്നതാണ് നല്ലത്. അല്ലാണ്ട് സ്വയമേ ചികിത്സിക്കുകയോ അല്ലെങ്കിൽ ഫോണിൽ കൂടെ ചികിത്സിക്കലും നല്ലത്. എന്താണ് തൊണ്ടയിലുള്ളത് എന്നുള്ളത് നോക്കിയിട്ട് ഡോക്ടറെ സമീപിച്ചിട്ട് ചികിത്സയ്ക്ക് പോകുന്നതാണ് നല്ലത്. ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഇപ്പം പൊതുവേ കാണുന്ന മറ്റൊരു പ്രശ്നം വൈറൽ ഫീവറാണ്. പല കുട്ടികൾക്കും ഒരുപാട് ദിവസം സ്കൂളിൽ പോകാൻ പറ്റാതെയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏതെല്ലാം തരത്തിലുള്ള വൈറൽ ഫീവറാണ് ഇപ്പോൾ കാണുന്നത്? ഇപ്പോൾ ഡങ്കി കൊതുക് പരത്തുന്നത്, പിന്നെയുള്ളത് വൈറൽ ഫീവറിൻ്റെ അകത്ത് വരുന്ന മറ്റേ പനിയായിട്ട് വരും. പനി വന്നു കഴിഞ്ഞാൽ 2-3 ദിവസത്തേക്ക് നിൽക്കുള്ളൂ. 2 ദിവസം ഉണ്ടാവും, മേലുവേദന ഉണ്ടാവും. വലിയ മറ്റേ ഡെങ്കിയുടെ മാതിരിയുള്ള സിവിയർ പെയിനായിട്ടുണ്ടാവത്തില്ല. മേലുവേദനയോ അല്ലെങ്കിൽ പനിയായിട്ടുണ്ടാവും, തലവേദനയൊക്കെ ഉണ്ടായിട്ട് 2 ദിവസം 3 ദിവസം കഴിയുമ്പോഴേക്കും അത് മാറും. അതിൻ്റെ ഒരു ക്ലൂവും കൂടെ എന്താണെന്ന് പറഞ്ഞാൽ ഫാമിലിയിലോ അല്ലെങ്കിൽ വീടിൻ്റെ അടുത്തോ എവിടെയെങ്കിലും ഇടപെടുന്ന സ്ഥലങ്ങളിൽ വൈറൽ ഫീവർ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ വരുന്നത് വീട്ടിലേക്ക് ആരെങ്കിലും ഒന്നിലെ കുട്ടികൾ പനിയായിട്ട് വരിക, അല്ലെങ്കിൽ വീട്ടിലെ ഫാമിലി എൽഡേഴ്സ് പുറത്തുനിന്ന് പനിയായിട്ട് വരിക, അപ്പോഴേക്കും ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും വരിക. അതാണ് സാധാരണ കോമൺ ആയിട്ട് വൈറൽ ഫീവറായിട്ട് വരുന്നത്. അതിന് നമുക്ക് വലിയ ഇഷ്യൂസൊന്നുമില്ല. അപ്പോൾ ഒരു ദിവസമൊക്കെ നമ്മൾ പനിയുടെ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പനിയുടെ മരുന്നൊക്കെ കൊടുത്തിട്ട് നോക്കുക. 2-ാം ദിവസം 3-ാം ദിവസം കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നോക്കണം. എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിഫറൻസ് വൈറൽ ഫീവർ ആണോ ഡെങ്കി പനിയാണോ എന്നുള്ളത് നോക്കേണ്ടത് നമുക്ക് ഡോക്ടർമാർക്ക് പോലും അത്ര എളുപ്പത്തിൽ പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റാവുന്ന രീതിയിലല്ല. തീർച്ചയായിട്ടും ഡോക്ടറെ അടുത്ത് പോകണം അല്ലേ? അടുത്തൊരു കോളിലേക്ക് പോകണം ഡോക്ടർ. ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ, ചോദിച്ചോളൂ. 6 മാസമായ കുട്ടിക്ക് വേണ്ടിയാണേ. ഉറക്കെ ചോദിച്ചോളൂ ട്ടാ.
6 മാസമായ കുട്ടിക്ക് വേണ്ടിയാണ്. ആ അത് കുട്ടിക്ക് പിന്നെ മലത്തില് ഒരു പച്ച കളറ്, അതെന്തുകൊണ്ടാ വരുന്നേ? 6 മാസമുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ജനിച്ചപ്പം മുതലേ കുട്ടികൾ വയറ്റിൽ നിന്ന് പോകുമ്പോൾ പച്ച കളർ പോണത് വലിയൊരു പ്രോബ്ലം അല്ല. പക്ഷേ എത്ര പ്രാവശ്യം പോകുന്നു എന്നുള്ളത് മാതിരി ഇരിക്കും. പിന്നെ വെയിറ്റൊക്കെ കൂടണ്ടോ, എത്ര പിന്നെ പത പോലെ പോകുന്ന അത് കഫത്തിന്റെ ആയിരിക്കില്ലേ? പച്ച കളർ കഫം ആവണമെന്നില്ല. പച്ച കളർ പത പോലെ അതാണെങ്കിലും അതാണ് അതിൻ്റെ അകത്ത് വയറിളക്കമായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ 6 മാസത്തിൽ നമ്മൾ മറ്റുള്ള സാധനങ്ങളൊക്കെ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് വയറിളക്കത്തിൻ്റെ അസുഖം ഈ കുഞ്ഞിന് വന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നോക്കേണ്ടത്. അതിൻ്റെ കൂട്ടത്തിൽ അത് നമ്മൾ നോക്കിയിട്ട് ഡോക്ടറുടെ അടുത്ത് കണ്ടതിന് ശേഷം ഈ 6 മാസത്തിലൊക്കെ നമ്മൾ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കരുത്. 6 മാസത്തിലെ കൊച്ചിന് വയറിളക്കമായിട്ടുള്ള അസുഖം ഉണ്ടെങ്കിൽ നേരെ ഡോക്ടറെ തന്നെ കാണണം. ഡോക്ടറെ കണ്ടിട്ട് മരുന്ന് വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വൈറൽ ഫീവറിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ വീട്ടിലൊരാൾക്കുണ്ടെങ്കിൽ, മുതിർന്നവർക്കോ തന്നെ ആണെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ കുട്ടികൾക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം? സാധാരണഗതിയിൽ ഇത് വൈറൽ ഫീവർ പടരുന്നത് സാധാരണ കൂടുതൽ അടുക്കുമ്പോഴാണ്. നമ്മൾ അടുത്ത് പെരുമാറുമ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ മാസ്ക് വയ്ക്കുക, പറ്റുന്നുണ്ടെങ്കിൽ മാസ്ക് വയ്ക്കാം. അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള കുട്ടികളുടെ അടുത്തോ മറ്റുള്ളവരുടെ അടുത്ത് അധികം ഇടപെടാനായിട്ടുള്ള തൊട്ടടുത്തായിട്ടുള്ള രീതിയിൽ ഇടപെടാണ്ട് നോക്കുക. റെസ്റ്റ് എടുക്കുക. ബാക്കിയുള്ള നേരത്തെ കുട്ടികളാകുമ്പോൾ സ്കൂളിലേക്ക് പോകുമായിരിക്കും. ബാക്കിയുള്ള നേരത്തെ മാത്രമേ ഉള്ളൂ, വൈകുന്നേരം അല്ലെങ്കിൽ കാലത്തെ മാത്രമേ അവരായിട്ട് ഇടപെടുന്നുള്ളൂ. പിന്നെ അവർ ചികിത്സയ്ക്ക് എന്താണെന്നുള്ളത് നോക്കിയിട്ട് മുതിർന്നവർ ട്രീറ്റ്മെൻറ്റ് എടുത്തേക്കാം. ഓക്കെ. ഈ ഡെങ്കിപ്പനിയുടെ കാര്യത്തിലും ഇത്തരം ഒരു സംശയം വളരെ ഇതാണ്. കാരണം ഈ കൊതുക് ഒരാൾക്കുണ്ടെങ്കിൽ അയാളെ കടിച്ചാൽ ആ കൊതുക് മറ്റൊരാളെ കടിക്കുക എന്നുള്ളൊരു പ്രശ്നം. അപ്പോൾ കൊതുക് ഇല്ലാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാന. അതിൻ്റെ അകത്ത് ഒരു വ്യത്യാസമില്ല. നമ്മുടെ ബേസിക് ഇത് കൊതുകാണ്. ആ കൊതുക് നമ്മൾ എവിടെയാണോ കട്ട് ചെയ്യണേ ആ ട്രാൻസ്മിഷൻ അവിടെ വെച്ചിട്ട് നിൽക്കും. അപ്പോൾ നമ്മുടെ പറ്റാവുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ പരിസരമാണ് നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ടത്. എന്നിട്ട് നമ്മൾ പുറത്തുനിന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കൊതുക് വളരണമെന്നുണ്ടെങ്കിൽ അതിന് ഫ്രഷ് വാട്ടർ തന്നെ വേണം. ഇൻക്ലൂഡിങ് ചെറിയ കാര്യങ്ങൾ പോലും. നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് മാധ്യമത്തിൽ കൂടെയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ചിരട്ടയിൽ അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഏത് ഭാഗത്താണെങ്കിലും, വീടിൻ്റെ പുറകിലാണെങ്കിലും സൈഡിലാണെങ്കിലും എവിടെയാണെങ്കിലും അത് ഒഴിവാക്കുക. നമ്മൾ കാണാത്ത സ്ഥലങ്ങളൊക്കെയാണ് ഈ ഫ്രിഡ്ജിൻ്റെ താഴത്തുള്ള വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ ഫ്രഷ് വാട്ടറായിട്ട് അങ്ങനത്തെ ഫ്രിഡ്ജിൻ്റെ താഴത്തേക്കുള്ള ആ ട്രേക്കകത്തൊക്കെ കെട്ടിക്കിടക്കുന്നത് അതൊക്കെയാണ് സൂക്ഷിക്കേണ്ടത്. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത വീടിൻ്റെ അകത്ത് പ്ലാന്റ്സ് ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുകയോ അങ്ങനത്തെ രീതിയിലൊക്കെ നമ്മൾ പല രീതിയിൽ നോക്കിയിട്ട് നമ്മളെക്കൊണ്ട് നമ്മുടെ വീടുകളിൽ തന്നെ ഫസ്റ്റ് തുടങ്ങേണ്ടത് അവിടെ നിന്നാണ്. അത് മാറ്റിയാൽ തന്നെ കൊതുക് കടി നിന്ന് കഴിഞ്ഞാൽ വളരെ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്കുണ്ടാവും. നമ്പർ 1 ആ കൊതുക് കിട്ടത്തില്ല. നമ്പർ 2 ഒരാൾക്ക് ഡെങ്കിപ്പനി ഉണ്ടെങ്കിൽ പോലും ആ കൊതുക് വേറൊരാൾക്ക് അവിടെ വളർന്നിട്ട് വേറൊരാൾക്ക് കൊതുക് കടിയിട്ടിട്ട് ഫാമിലി മെമ്പേഴ്സ് മറ്റുള്ളവർക്ക് പോലും കിട്ടാണ്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇപ്പോൾ വയറിനുണ്ടാകുന്ന അസുഖങ്ങൾക്കും ഇതുപോലെ തന്നെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മാക്സിമം ഒഴിവാക്കാമല്ലോ. അപ്പോൾ എന്തെല്ലാം മുൻകരുതൽ? വയറിളക്കത്തിൻ്റെയോ അല്ലെങ്കിൽ ടൈഫോയിഡോ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറഞ്ഞിട്ടുള്ള 3 അസുഖങ്ങൾക്കും നമുക്ക് ഏറ്റവും നല്ല കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ആണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. കഴിക്കുന്ന ഭക്ഷണത്തിനോ അല്ലെങ്കിൽ വെള്ളത്തിനോ ചൂടാക്കിയ വെള്ളം അല്ലാണ്ട് നമ്മൾ ഉപയോഗിക്കരുത്. എന്ത് തന്നെയാണെങ്കിലും എന്ത് ലെവലിലുള്ള വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ആണെങ്കിൽ പോലും നമ്മൾ ചൂടാക്കിയ വെള്ളം ഉപയോഗിക്കുക. 2 നമ്മൾ ഭക്ഷണം നമ്മൾ തണുപ്പിച്ചിട്ട് അവിടെ വെച്ചിട്ട് ഉപയോഗിക്കാണ്ട് വീട്ടിലാണെങ്കിൽ പോലും നമ്മൾ ചൂടാക്കിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട അവരുടെ എങ്ങനെയാണ് അവർ ശുചിത്വം മെയിൻറ്റെയിൻ ചെയ്യണേ എന്നുള്ളത് നമ്മൾ അറിയാൻ ബാധ്യസ്ഥരാണ്. നമ്മൾ പൈസ കൊടുത്തിട്ടൊരു ഭക്ഷണം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളത് എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിയാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് അവരുണ്ടാക്കുന്നത്. തണുത്തിട്ടോ അല്ലെങ്കിൽ വെറുതെ വെച്ചിട്ടോ അല്ലെങ്കിൽ പുറത്ത് തുറന്നു വെച്ചിക്കോ അങ്ങനത്തെ രീതിയിലല്ലാത്ത രീതിയിൽ നമ്മൾ സൂക്ഷിക്കണം. പിന്നെ സോഴ്സ് വെള്ളത്തിൻ്റെ കൂടിയാണ്. അത് നമ്മുടെ പല രീതിയിലും നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വയറിളക്കോ ഹെപ്പറ്റൈറ്റിസ് എയോ ഇൻക്ലൂഡിങ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഐസ്ക്രീം അടക്കം ഉള്ളത് വരെ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. മറ്റൊന്ന് ഡോക്ടർ പറഞ്ഞത് അല്ലാത്ത അസുഖങ്ങൾ കുട്ടികൾക്ക് ഓൾറെഡി ഉള്ളത് കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് അത് ട്രിഗർ ചെയ്യുന്ന ഒരവസ്ഥ. അപ്പോൾ അത്തരം പ്രശ്നങ്ങളുള്ളവർ, ഉദാഹരണത്തിന് ശ്വാസം മുട്ടൽ, വലിവ്, ആസ്മയൊക്കെ ഉള്ളവർ എന്താണ് മുൻകരുതലെടുക്കേണ്ടത്? അവരുടെ അടുത്ത് റെഗുലറായിട്ടാണ് അവർക്ക് ഇത് ആകെ ഈ സീസണൽ മാത്രമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവർക്ക് ശ്വാസം മുട്ടൽ വരുമ്പോൾ തന്നെ അവർക്ക് അറിയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ റെഗുലറായിട്ട് വരുന്നവർക്ക് അവർ പോയിട്ട് സാധാരണഗതിയിൽ നേരത്തെ തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് ആ ഒരു തുടക്കത്തിൽ തന്നെ പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് സിവിയറായിട്ട് പോവുകയോ അതിൻ്റെ മുമ്പായിട്ട് തന്നെ നമുക്ക് മരുന്ന് കൊടുത്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് നിർത്താൻ പറ്റും. അതായിരിക്കും നല്ലത്.
ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഡോക്ടർ ലൈവിൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.